SIR 2026 വോട്ടർ പട്ടികയുടെ തീവ്ര പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഇനി തിരികെ ലഭിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ തിരികെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്യൂമറേഷൻ ഫോമുകൾ എങ്ങനെയാണ് BLO ആപ്പ് വഴി ഡിജിറ്റലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ BLO ആപ്പിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്നുള്ള ഈ മെനു ക്ലിക്ക് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നിലവിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമാണ് ഉള്ളത്. മലയാളം അപ്ഡേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. നിലവിൽ നമുക്ക് 2 ഓപ്ഷനുകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. EF ഡിസ്ട്രിബ്യൂഷൻ ട്രാക്കർ എന്നും ഫിൽ എന്യൂമറേഷൻ ഫോം എന്നും. നിലവിൽ EF ഡിസ്ട്രിബ്യൂഷൻ ട്രാക്കർ എന്നുള്ള ഓപ്ഷൻ ഇനാക്റ്റീവ് ആക്കിയിട്ടുള്ളതാണ്. എങ്കിലും EF ഡിസ്ട്രിബ്യൂഷൻ ട്രാക്കറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. EF നോട്ട് കളക്റ്റഡ് എന്നും EF നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നും EF കളക്റ്റഡ് എന്നും EF ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുമുള്ള 4 ഓപ്ഷനുകൾ ഉണ്ടാകും. ആ ഫോമിനെ സംബന്ധിച്ച് നമ്മൾ സ്കാൻ ചെയ്ത ഫോമിനെ സംബന്ധിച്ചിട്ടുള്ളത് ഈ 4 ഓപ്ഷനുകളിൽ അനുയോജ്യമായത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ കാര്യത്തിൽ വോട്ടർമാരുടെ വിവരങ്ങൾ ചുവപ്പ് നിറത്തിലാണ് നമുക്ക് BLO ആപ്പിൽ ലഭ്യമാകുന്നത്. QR കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള എന്യൂമറേഷൻ ഫോം അത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വോട്ടറുടെ വിവരം ലഭ്യമാകുന്നതാണ്. അതിൽ EF ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന ഓപ്ഷൻ നൽകുമ്പോൾ അത് ഒരു അലർട്ട് മെസ്സേജ് കാണിച്ചുകൊണ്ട് ആർ യു ഷുവർ ടു മാർക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള മാർക്ക് നൽകുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും അതിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ നീല നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. EF ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അത് മാറുകയും ചെയ്യുന്നതാണ്. അങ്ങനെ എന്യൂമറേഷൻ ഫോമുകൾ കളക്ട് ചെയ്തിട്ടുള്ളവ പച്ച നിറത്തിലാണ് BLO ആപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ചില വോട്ടർമാരുടെ വിവരങ്ങളിൽ എപ്പിക് മാച്ചഡ് എന്ന് കാണിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ കാണിക്കുന്നത് 2002 ഡാറ്റാബേസിലും 2025 ഡാറ്റാബേസിലും എപ്പിക് മാച്ച് ആയിട്ടുള്ളവയാണ് അങ്ങനെ കാണിക്കുന്നത്. ഉദാഹരണത്തിന് എപ്പിക് മാച്ചഡ് എന്ന് കാണിക്കുന്ന ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ്. ഇനി എന്യൂമറേഷൻ ഫോം തിരികെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് ലഭ്യമായി കഴിയുമ്പോൾ അതെങ്ങനെ ഫിൽ ചെയ്യാം, അതെങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ രീതിയിൽ BLO ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന് സെലക്ട് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എന്യൂമറേഷൻ ഫോം സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കാൻ QR കോഡ് എന്നുള്ള പേജ് ലഭ്യമാവുകയും അതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ വോട്ടറുടെ പേര് വിവരം നമുക്കിവിടെ ലഭ്യമാവുകയും അതിന് താഴെ ഫിൽ ഫോം അല്ലെങ്കിൽ മാർക്ക് അൺകളക്റ്റബിൾ എന്നുള്ള 2 ഓപ്ഷനുകൾ നമുക്ക് കാണാനാകും. നമുക്ക് ഈ എന്യൂമറേഷൻ ഫോം തിരികെ സമർപ്പിക്കേണ്ടതല്ല എങ്കിൽ ഡെത്ത് കേസോ ആബ്സെൻ്റ് കേസോ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് കേസോ ഒക്കെ ആണു എങ്കിൽ മാർക്ക് അൺകളക്റ്റബിൾ എന്ന ഓപ്ഷനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ല എങ്കിൽ നമുക്കത് ആ ഫോം ഡിജിറ്റലൈസ് ചെയ്ത് ഫിൽ ചെയ്ത് വിവരങ്ങൾ നൽകാവുന്നതാണ്.
ഈ ഫിൽ ഫോം എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 തരത്തിലാണ് നമുക്ക് ആ വോട്ടർമാരുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നത്. ഒന്ന്, BLO മാപ്പ് ചെയ്തിട്ടുള്ള കേസുകളാണ് എങ്കിൽ ഒരു ഭാഗത്തും, സിസ്റ്റം സജസ്റ്റഡ് ആയിട്ടുള്ള മാപ്പിങ്ങിന് വേണ്ടി സിസ്റ്റം സജസ്റ്റഡ് ആയിട്ടുള്ള കേസുകളുള്ള വോട്ടറുടെ വിവരങ്ങളാണ് എങ്കിൽ അത് മധ്യഭാഗത്തും, തൊട്ടടുത്ത് സെർച്ച് ചെയ്ത് മാപ്പ് ചെയ്യാൻ കണ്ടുപിടിക്കേണ്ടവയാണ് എങ്കിൽ സെർച്ച് എന്ന 3ാമത്തെ ഓപ്ഷനിലും ആയിട്ട് നമുക്കത് കാണാൻ കഴിയും. വോട്ടറുടെ വിവരങ്ങൾ ഫിൽ ചെയ്യുന്നതിന് വേണ്ടി സ്കാൻ ചെയ്ത് നമുക്ക് ലഭ്യമാകുന്ന ആ വോട്ടറുടെ വിവരങ്ങളിൽ BLO മാപ്ഡ് എന്ന ഓപ്ഷനാണ് നമുക്ക് ലഭ്യമാകുന്നത് എങ്കിൽ ആ വോട്ടറെ നേരത്തെ മാപ്പ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ അത് നമുക്ക് കാണാവുന്നതും, ആ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നൽകാവുന്നതുമാണ്. അതിനുവേണ്ടി അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ടാകും. വെരിഫൈ ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വോട്ടറുടെ കുടുംബാംഗത്തെ ചേർക്കണമോ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭ്യമാകുന്നതാണ്. ചേർക്കണം എങ്കിൽ നമുക്കത് യെസ് എന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് എങ്കിൽ നോ എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി യെസ് എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ വോട്ടറുടെ വിവരത്തിനോടൊപ്പം തന്നെ വോട്ടറുടെ കുടുംബാംഗത്തിൻ്റെ വിവരം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സിസ്റ്റം സജസ്റ്റഡ് ആയിട്ടുള്ള കേസുകൾ എന്നുള്ള ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ടറുടെ പേര്, റിലേറ്റീവിൻ്റെ പേര് എന്നിവയെ അടിസ്ഥാനമാക്കി വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് നമ്മളെ കാണിക്കുന്നതാണ്. അത് പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ വ്യത്യസ്തമായ ഒരു വോട്ടറുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭ്യമാകുന്ന ആ വിവരങ്ങളാണ്. അതിൽ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് മാപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിൽ വാസ് ഇലക്ടർ ദേർ ഇൻ 2002 വോട്ടർ ആയിരുന്നോ എന്നുള്ള ഒരു സബ് ഹെഡിങ്ങും, ഈസ് ഇലക്ടർ പ്രോജനി ഓഫ് 2002 ഇലക്ടർ 2002 ഇലക്ടറുടെ പ്രോജനിയാണ് ഈ വോട്ടർ എന്നുള്ള ഓപ്ഷനും, നൈദർ ഇലക്ടർ നോർ പ്രോജനി ഓഫ് 2002 വോട്ടറുമല്ല 2002 വോട്ടറുടെ പ്രോജനിയുമല്ല എന്നുള്ള തരത്തിൽ 3 സബ് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സെർച്ച് ചെയ്ത് ലഭിക്കുന്ന വോട്ടറുടെ വിവരങ്ങൾ ഏത് തരത്തിലുള്ളതാണ്, 2002 എങ്കിൽ അങ്ങനെ 2002 വോട്ടറുടെ പ്രോജനിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വോട്ടറെങ്കിൽ അങ്ങനെ, ഇനി 2002 വോട്ടറുമല്ല 2002 വോട്ടറുടെ പ്രോജനിയുമല്ല ഈ വോട്ടർ എന്നുള്ള 3 ഓപ്ഷനിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് വാസ് ഇലക്ടർ ദേർ ഇൻ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർ ആണ് എങ്കിൽ 2002 പട്ടികയിലുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി ഈസ് ഇലക്ടർ പ്രോജനി ഓഫ് 2002 ഇലക്ടർ 2002 ഇലക്ടറുടെ പ്രോജനിയായിട്ടുള്ള വോട്ടറാണ് എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതിൽ പ്രോജനി മാപ്പിങ്ങിൽ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നിവയിൽ ആരെങ്കിലും 2002 പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ 2002 പട്ടികയിലെ വിവരങ്ങൾ നൽകാവുന്നതാണ്. ഇനി 3ാമത്തെ നൈദർ
ഇലക്ടർ നോർ പ്രോജനി ഓഫ് 2002, 2002 വോട്ടറുമല്ല 2002 വോട്ടറുടെ പ്രോജനിയുമല്ല എന്ന ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അവർ 2025 പട്ടികയിൽ നിലവിലുള്ളതും 2002 പട്ടികയിൽ കുടുംബാംഗമോ വോട്ടറോ ഉൾപ്പെടാത്തവർക്ക്, അതായത് 2002 വോട്ടറുമല്ല 2002 വോട്ടറുടെ പ്രോജനിയുമല്ല എന്നുള്ള തരത്തിലാണ് ഉള്ളത് എങ്കിൽ അത്തരത്തിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നൈദർ ഇലക്ടർ നോർ പ്രോജനി ഓഫ് 2002 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതുമാണ്. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ അടയാളപ്പെടുത്തിയ ശേഷം ജനറൽ ഡീറ്റെയിൽസ് അതിനുവേണ്ടി 2002 ഉൾപ്പെട്ട കുടുംബാംഗത്തിൻ്റെ പേര് പരിശോധിക്കുകയും ആ വോട്ടർ 2002 ഉൾപ്പെട്ട കുടുംബാംഗവുമായുള്ള ബന്ധം കൂടി രേഖപ്പെടുത്തി നൽകേണ്ടതാണ്. തുടർന്ന് വോട്ടർ പൂരിപ്പിച്ച് നൽകിയ എന്യൂമറേഷൻ ഫോമിൻ്റെ ഫോട്ടോ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും രണ്ട് വശവും അപ്ലോഡ് ചെയ്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള നിലയിൽ അപ്ലോഡ് ഫസ്റ്റ് പേജ്, അപ്ലോഡ് സെക്കൻഡ് പേജ് എന്നുള്ള നിലയിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ലോഡ് ന്യൂ ഫോട്ടോ, പുതിയ ഫോട്ടോ വോട്ടർ നൽകിയിട്ടുണ്ട് എങ്കിൽ അപ്ലോഡ് ക്ലിക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതും അവസാനം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു വോട്ടറുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഫിൽ ചെയ്ത് BLO ആപ്പിൽ സബ്മിഷൻ പൂർത്തിയാക്കാവുന്നതുമാണ്.